എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു രസം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. പിന്നെ ഒരു സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് ചതച്ചെടുക്കാം. പൊടിഞ്ഞു പോകാൻ പാടില്ല. അതിനുശേഷം ഇഞ്ചി, ഒരു തുണ്ട് ഇഞ്ചി, 7-8 വെളുത്തുള്ളി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചതച്ചെടുത്ത് വയ്ക്കാം. പിന്നെ 7-8 ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു മുളക് ഇവയെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിന് അരിഞ്ഞെടുക്കണം. തക്കാളിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ മല്ലിയില, കറിവേപ്പില ഇവയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ ചൂടായ ശേഷം വേണം കടുകിട്ട് പൊട്ടിക്കാൻ. എന്നിട്ട് 2 മുളക്, വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് വട്ടത്തിന് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വച്ചിരിക്കുന്നത് അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ഗോൾഡ് നിറമാവുന്നത് വരെ നമുക്ക് മൂപ്പിക്കാം. നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വഴറ്റാൻ. ഇനി അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടിയെല്ലാം മൂപ്പിച്ചെടുക്കാൻ. അതിനുശേഷം ചതച്ച് വച്ചിരിക്കുന്ന കുരുമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇവയെല്ലാം നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് പിഴിഞ്ഞ് വൃത്തിയാക്കി വച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളപ്പിക്കാം. നമുക്ക് വെള്ളം ചേർത്ത ശേഷം നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് രസം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച രസത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ രസം. അപ്പോൾ നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ രസം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.